നമുക്ക് കുറച്ച് ദൂരം കൂടെ ഉള്ളു. കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞ കഴിഞ്ഞു. സൈക്കിൾ എടുക്കും. ഞാൻ സൈക്കിൾ എടുക്കടാ. തിരക്കുള്ള സമയത്ത് ഞാൻ സൈക്കിൾ എടുക്കില്ല. വണ്ടിയൊക്കെ ചിലപ്പോ ഇടിക്കും. കാറിൽ പോയിട്ട് കുറച്ച് പോകാൻ റോഡ്, എന്നിട്ട് ഓഫ് റോഡ്. കാടിന്റെ ഉള്ളിൽ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തേക്കാ പോകുന്നത്. നമ്മൾ ഇവിടുന്ന് തുടങ്ങാം. എന്നാ നമുക്ക് പോയാലോ? എന്നാ നമുക്ക് പോവാം. The earth's gentle sigh. Left keep ചെയ്തു പോണേ. Left keep ചെയ്തു പോണം. Sky. Oh, whispering pines, sing me your tune. Caught in the rhythm of the stars and the moon. Teach me the language of rustling leaves. Stories that linger on the breath of the breeze. The dawn paints gold on the mountain's crown, while rivers whisper truths as they flow down. Their songs entwined with the trees that stand. എവിടെ ഇപ്പൊ റോഡിലാണ്. റോഡ് പോലെ ഉണ്ട് കാണുമ്പോ. ഇവിടെ റോഡ് പോലെ ഇല്ലേ അല്ലേ? അപ്പൊ Through an ancient door, the silence alive, yet brimming with sound. In the arms of solitude I am found. Oh, whispering pines, sing me your tune. Caught in the rhythm of the stars and the moon. Teach me the language of rustling leaves. Stories that linger on the breath of ഇതാണ്ടാ, ഇതാണ് 907 ജാറം. ഇവിടെ ഇങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടാവും. ചന്ദനക്കുടം നേർച്ച എന്നൊക്കെ പറഞ്ഞിട്ട്. അമ്പലല്ല ഇത് പള്ളിന്നല്ല, ഒരു under the boughs where the shadows play. The wind hums songs at the break of day. Whispering pines, secrets untold, carrying tales only the forest holds. Moonlight spills through the velvet dark, etching അവിടെ ഒരു പാലുണ്ടല്ല, അവിടെ എന്തോ വെള്ളങ്ങൾ വരുന്നുണ്ട്. അത് കനാലിന്ന് വെള്ളം വരുന്നുണ്ട് അവിടുന്ന്. നമ്മൾ ഇവർ കാണിച്ചു കൊടുക്കണ്ടേ? നമ്മള് ഈ വന്ന വഴിയിൽ കണ്ട ഈ ഒരു സംഭവം കണ്ട, ഇതാണ് ആട്ടുപാലം. ഇത് ആടും ചിലപ്പോ ആട്ടുപാലം എന്ന് പറയാ ഇതിനെ. ഇതില് ഈ പണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കടക്കാൻ വേണ്ടിട്ടേ ബ്രിട്ടീഷുകാരൊക്കെ ഉണ്ടാക്കിയാന്ന് പറയണത്. അതില് കയറാൻ പാടില്ല, സൈക്കിള് കയറ്റാൻ പാടില്ല. അതാണ് ഇത് പണിഞ്ഞിട്ടാണ്. എന്താ
ഇത് ആട്ടുപാലം. നമ്മള് വേണ്ട ഈ സ്ട്രോങ് ആയിട്ടുള്ള ഈ 3 കമ്പിയില്ലേ, ഈ 3 കമ്പിയുമാണ് ഒരു സൈഡ്, അപ്പുറത്തെ സൈഡ് കണ്ട 3 കമ്പി, അതും പിന്നെ ഈ അടിയിലുള്ള 3 കണ്ട, അതിലാണ് ഈ പാലം ഇങ്ങനെ വലിച്ച് ടൈറ്റ്, ഇതേപോലെ തന്നെ അപ്പുറത്തുണ്ടാവും. അതുമ്പോ പാലം വലിച്ച് ടൈറ്റ് ചെയ്ത് നിർത്തിയിട്ട് അതിലാണ് ഈ പലകയൊക്കെ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കണേ. അവിടെ നോക്കിയോ, കാല് പെടാതെ കിടക്കണം കേട്ടോ. കുറച്ചുകൂടെ പൊളിഞ്ഞ് കിടക്കുക. പാലാകെ ഡേഞ്ചർ സോണിലായതുകൊണ്ട് കുഴപ്പമില്ല, കടക്കാൻ പറ്റും. നിന്റെ വെയിറ്റ് ഒക്കെ താങ്ങും, വലിയ വെയിറ്റ് ഒന്നും കടക്കില്ല എന്ന് മാത്രം. അച്ഛനൊക്കെ അച്ഛൻ പണ്ട് ഇതുപോലെ പാലം കടന്നിട്ടാ വീട്ടിലേക്കൊക്കെ പോവാ. അച്ഛൻ പണ്ട് താമസിച്ച സ്ഥലല്ലേ ചെറുപ്പത്തിലെ, അത് ഇങ്ങനത്തെ പാലം കടന്ന് വേണമെന്ന് നമുക്ക് പോവാൻ. അതാണ് മറ്റേത് വെള്ളം, മഴ പെയ്യില്ലേ, മഴ കുറയുമ്പോ വെള്ളത്തിന് വേണ്ടിയിട്ട് അണ കെട്ടും, മണൽ ചാക്ക് നിറച്ചിട്ട് ഇങ്ങനെ അട്ടിയിട്ടിട്ട്. അതാണത്. കുളിക്കാൻ പാ. ഇപ്പൊ നമുക്ക് നമ്മുടെ യാത്ര കംപ്ലീറ്റ് ചെയ്യാം. പാ. അതെ. ഇതിലെ നിങ്ങളെന്ന് പറയും. അച്ഛനൊക്കെ പണ്ട് ഇതുപോലെയുള്ള താമസിച്ചോണ്ടിരുന്നു, ഇങ്ങനത്തെ വീടുകളിൽ താമസിച്ചോണ്ടിരുന്നു. ഇപ്പൊ ആരും ഉണ്ടാവില്ല താമസിക്കാൻ. ഇപ്പൊ എല്ലാവരും വീടൊക്കെ വെച്ച് പോയിണ്ടാവും. പണ്ട് അച്ഛന്റെ ചെറുപ്പകാലത്തൊക്കെ എല്ലാവരും വീടൊക്കെ വെച്ച് പോയിണ്ടാവും. പോട്ടെ, വയ്യണ്ടേ? വെള്ളം കുടിക്കണ? Caught in the rhythm of the stars and teach me the language of rustling leaves, stories that linger on the breath of the breeze. അങ്ങനെ നമ്മൾ അവസാനം അവിടെ എത്തിയില്ല ബ്രഹ്മ. എവിടെയാ? ആടുകളുണ്ട്. നമ്മളെവിടേക്ക് വന്ന ആടിനെ കാണാനില്ലല്ലോ. എവിടെയാ അമ്പലം? കാണിച്ചു കൊടുക്ക്. അത് ആടല്ലേ? അമ്പലം ഇത് അമ്പലല്ല, ഇത് ഈ റബ്ബർ മരത്തിന്റെ ഇതില്ലേ, എന്താ ഇത്? ഇങ്ങോട്ട് ഇതിലേ പോവാം നമുക്ക്. വന്നത് അല്ലടാ, ഇത് ആലുണ്ട്, മാവുണ്ട്, പിന്നെ പ്ലാവുണ്ട്. അല്ല, മരം ഉണ്ടെന്ന് തരാൻ പറ്റില്ല. അത് 3 കൂടെ ഒരുമിച്ചാണ് ഈ ആൽത്തറയിൽ നിക്കണേ. കണ്ട, അവരെന്ത് സഹകരിച്ചാണ് ഈ ആൽത്തറയിൽ നിക്കണേ നോക്കി. ശിവരാത്രി കഴിഞ്ഞിട്ട് അമ്പലത്തിന്റെ അലങ്കാരങ്ങളൊക്കെ അങ്ങനെ തന്നെ നിക്കുക. ഇതാണ് ഈ അമ്പലത്തിന്റെ കുളം. എവിടെയാണ് അമ്പലത്തിന്റെ കുളം?
ഇതാണ് അമ്പലക്കുളം. അമ്പലക്കുളം. ഈ മരത്തിന്റെ പേരാണ് നാഗഗന്ധി. നാഗഗന്ധി എന്ന് പറയും ഇതിന്. അതാണ് അതിന്റെ പൂ. ഈ പൂവില്ലേ? പറക്കാൻ പറ്റോ? പറക്കാൻ പറ്റോ? അച്ഛൻ എനിക്ക് അയല്ല അത്. ഇതിന് നാഗഗന്ധി എന്ന് പറയാൻ കാരണം ഉണ്ടല്ലോ. ഈ പൂവിന്റെ കണ്ട ഇതിന്റെ ഈ നടുവില് ഈ പൂവിന്റെ നടുവിലായിട്ട് ഇങ്ങനെ സർപ്പം നിക്കണ പോലെയില്ല, പാമ്പിന്റെ പോലെയില്ല. അതിന്റെ നടുവിലായിട്ട് ഒരു ശിവന്റെ രൂപമുണ്ട്, ഒരു ശിവരൂപം. നാഗഗന്ധി കണ്ട, അത് സർപ്പത്തിന്റെ പോലെ സർപ്പം. കൈ വാഷ് ചെയ്തിട്ട് വരാം. കഴിക്കാനായിട്ടുണ്ടോന്നാണ് അത്. ഉണ്ണിയപ്പാണ്, ഉണ്ണിയപ്പം. നമുക്ക് ഇഷ്ടം ഉണ്ണിയപ്പം അല്ലേ? നമുക്ക് ആണ്ടി തുറന്നിട്ട് ദൈവത്തിന്റെ പാട്ട് വെച്ച് കേട്ടാലോ? അങ്ങനെ ഇരിക്കുമ്പോ നല്ല സമാധാനമല്ലേ? കുറച്ചു നേരം അവിടെ അങ്ങനെ ഇരിക്കാം, കാറ്റൊക്കെ കൊണ്ട്, കിളികളുടെ ശബ്ദമൊക്കെ കേട്ട് രസമല്ലേ? രസമല്ലേ? എന്നെ ഞാന് സൈക്കിൾ ചോട്ടി ഇപ്പൊ വന്നിട്ടില്ല കേട്ടാ. എന്തോ സാധനം എന്റെ കാലം കുത്തി കയറിയ പോലെ തോന്നി. അപ്പം എന്താ ഞാൻ ഇത് ചെരുപ്പ് നോക്കിയപ്പോ ഇതെന്റെ ഇത് പോയിക്ക, എന്താ ചെരുപ്പിന്റെ ഊര് പോയിക്ക. ചെരുപ്പ് പൊട്ടി. കാട്ടിൽ ഇനി വേറെ ചെരുപ്പൊന്നും കിട്ടില്ല. കാട്ടില് ഇനി പൊട്ട ചെരുപ്പുകളൊക്കെ കിട്ടുള്ളൂ. പൊട്ട ചെരുപ്പല്ല, ചെരുപ്പേ കിട്ടില്ല നമുക്ക്. ഇതിനെന്തെങ്കിലും റിപ്പയർ ചെയ്തിട്ട് ഉപയോഗിക്കാന്നുള്ളത് മാത്രം മാറും. സെറ്റപ്പ് ശരിയായിട്ട് കുഴപ്പമൊന്നുമില്ല. ഇനി മുതൽ ഇതാണ് നമ്മുടെ ചെരുപ്പ്. ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഫീല് കിട്ടില്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു കിടിലൻ വ്യൂ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇങ്ങനെ കാണുമ്പോൾ നമുക്കിതൊരു സാധാരണ അമ്പലം പോലെ തോന്നും. പക്ഷെ ഈ അമ്പലം ഇരിക്കണ സ്ഥലം അത് മനസ്സിലാവുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി. ഇനി ഇവിടെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവാം. അച്ഛൻ പണ്ട് ജീവിച്ചായിരുന്ന സ്ഥലം, പ്ലാന്റേഷൻ്റെ ഉള്ളിൽ, തോട്ടത്തിൽ, അവിടേക്ക് നമുക്ക് പോവാം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് പുതിയൊരു എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.